ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ സി കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ ഡി ഒന്നാം വട്ടമേശ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1929. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യത്തെ സമ്മേളനം കൂടിയാണ്. 1901 കൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1906 കൽക്കത്ത സമ്മേളനത്തിലാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനത്തിന് വേദിയായത് കൽക്കത്തയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂഡൽഹിയും. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ സിവിൽ നിയമലംഘനം, ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം, ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഡി പൂർണ്ണ സ്വരാജ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘനം. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി WC ബാനർജി, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ്. 1907 INCയുടെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് രണ്ടായി വിഭജിച്ചു. തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാക്കളാണ് ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. മിതവാദി ഗ്രൂപ്പിൻ്റെ നേതാവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. നാലാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ 42ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 52ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി 54ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയത് 1978. 44ാം ഭേദഗതി നിലവിൽ വന്നതെന്നാണ് 1979 ഏപ്രിൽ 30. പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയും 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയും 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഓപ്ഷൻ എ സുപ്രീം കോടതി, ഓപ്ഷൻ ബി ജില്ലാ കോടതി, ഓപ്ഷൻ സി ഹൈക്കോടതി, ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റ് കോടതി. ഉത്തരം ഓപ്ഷൻ സി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ 214ഉം 213ഉമാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിലവിൽ 25 ഹൈക്കോടതികളാണ് ഉള്ളത്. അവസാനമായി നിലവിൽ വന്ന ഹൈക്കോടതി ആന്ധ്രാപ്രദേശാണ്. അധികാരപരിധി ഏറ്റവും കൂടുതലുള്ള ഹൈക്കോടതി ഗുവാഹത്തി. ആറാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ KK കേളപ്പൻ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ,
ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഓപ്ഷൻ എ നരേന്ദ്രൻ, ഓപ്ഷൻ ബി കുമാരഗുരുദേവൻ, ഓപ്ഷൻ സി അയ്യപ്പൻ, ഓപ്ഷൻ ഡി നാണു. ഉത്തരം ഓപ്ഷൻ സി അയ്യപ്പനാണ്. നാണു എന്നത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമമാണ് എന്ത്? നാണു എന്നത്. കുമാരഗുരുദേവൻ എന്നത് പൊയ്കയിൽ യോഹന്നാൻ്റെയാണ്. ഒമ്പതാമത്തെ ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ഓപ്ഷൻ എ തോമസ് ഹാർവേ വേബർ, ഓപ്ഷൻ ബി ഫ്രാൻസിസ്കോ അൽമേഡ, ഓപ്ഷൻ സി അൽബുക്കർക്ക്, ഓപ്ഷൻ ഡി റാൽഫ് വിച്ച്. ഉത്തരം ഓപ്ഷൻ എ തോമസ് ഹാർവേ വേബറാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് എന്നാണ്? 1793 മുതൽ 97 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ ആദർ വെല്ലസ്ലിയാണ്. തിരിഞ്ഞുപോകല്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ആര്? തോമസ് ഹാർവേ ബാബർ. എന്നാൽ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ ആദർ വെല്ലസ്ലിയാണ്. പത്താമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടല് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലബാർ കലാപം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന എന്നാണ്? 1946. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ആലപ്പുഴയിലാണ്. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി കോട്ടയം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഉത്തരം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരും. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവുമാണ്. 12ാമത്തെ ചോദ്യം, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി BR അംബേദ്കർ, ഓപ്ഷൻ ഡി VP മേനോൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി VP മേനോനാണ്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി, ഓപ്ഷൻ ബി ദാമൻ, ഓപ്ഷൻ സി ദിയു, ഓപ്ഷൻ ഡി ഗോവ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ പോണ്ടിച്ചേരിയാണ്. 14ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? ഓപ്ഷൻ എ HN കുസ്രു, ഓപ്ഷൻ ബി PN പണിക്കർ, ഓപ്ഷൻ സി ഫസൽ അലി, ഓപ്ഷൻ ഡി KM പണിക്കർ. ആരാണ്? ഓപ്ഷൻ ഡി KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, HN കുസ്രു. ഇതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. നിലവിൽ വന്ന എന്നാണ്? 1953 ഈ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1956 15ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വിക്രം, ഓപ്ഷൻ ബി പ്രഗ്യാൻ, ഓപ്ഷൻ സി ഭീം, ഓപ്ഷൻ ഡി ധ്രുവ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി പ്രഗ്യാനാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവത്കരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു? ഓപ്ഷൻ എ 78, ഓപ്ഷൻ ബി 71, ഓപ്ഷൻ സി 72, ഓപ്ഷൻ ഡി 79.
ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 72 INC എന്നാണ് രൂപീകൃതമായത്? 1885 ഡിസംബർ 28 INC രൂപീകൃതമാകുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജിയാണ്. ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂമാണ്. INCയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിനാണ് 72 പ്രതിനിധികൾ പങ്കെടുക്കുന്നത്. 17ാമത്തെ ചോദ്യം. നാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരുവിൻ്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചത്? ഓപ്ഷൻ എ ഓമന ഗംഗാധരൻ, ഓപ്ഷൻ ബി നളിനി ബേക്കൽ, ഓപ്ഷൻ സി ചന്ദ്രമതി, ഓപ്ഷൻ ഡി ഇന്ദുമേനോൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ഡോക്ടർ ഓമന ഗംഗാധരനാണ്. ഗുരു എന്ന കൃതി രചിച്ചത് K സുരേന്ദ്രനാണ്. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചത് MK സാനു. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ബുദ്ധനും നാരായണ ഗുരുവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ K സുഗതൻ. അടുത്ത 18ാമത്തെ ചോദ്യം. ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്? ജനുവരി 21, ജൂൺ 10, മാർച്ച് 16, ഫെബ്രുവരി 21. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ഫെബ്രുവരി 21. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1964, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1980. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി 1969. 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. ആദ്യമായി ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം 14. ഈ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്ത 20ാമത്തെ ചോദ്യം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി മഹാനദി. ഇതിൻ്റെ ഉത്തരം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.